إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله മനുഷ്യർ എക്കാലത്തും നേരായ മാർഗം വിട്ട് വഴിതെറ്റി സഞ്ചരിക്കാൻ നിമിത്തമായത് തന്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അവൻ അറിഞ്ഞില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വം തൗഹീദ് സ്ഥാപിച്ച് ശിർക്കിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി 3 സ്ഥലങ്ങളിൽ പറഞ്ഞ പ്രത്യേകമായ കാര്യമാണ് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയില്ല എന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ അറിയാനും അവന്റെ മഹത്വം അറിഞ്ഞ് അവന്റെ മാർഗത്തിൽ തന്നെ മരണം വരെ നിലനിൽക്കാൻ ശ്രമിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ മഹത്വം അറിയാൻ, അങ്ങനെ അവന്റെ മാർഗത്തിൽ നേരാം വിധം നിലകൊള്ളാൻ നമുക്ക് പ്രചോദനമാകുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ അറിയുക എന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മൻ അറഫല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ഒരാൾ അല്ലാഹുവിനെ അവന്റെ അഫ്ആലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അവന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അറിഞ്ഞാൽ ആ അല്ലാഹുവിനെ ആയിരിക്കും അവൻ ഏറ്റവും ഇഷ്ടപ്പെടുക. അതിലൊരു സംശയവും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുല്ലാഹിൽ അഅ്ളം, അല്ലാഹുവിന്റെ ഏറ്റവും മഹത്വമുള്ള നാമം എന്ന് വിശേഷിപ്പിച്ച ഒന്നാണ് അൽ ഹയ്യു അൽ ഖയ്യൂം എന്നത്. വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ അൽ ഹയ്യു അൽ ഖയ്യൂം എന്നത് ചേർന്ന് വന്നത് നമുക്ക് കാണാനും കഴിയും. ഒന്ന്, നാമൊക്കെ നിത്യജീവിതത്തിൽ ഉരുവിടുന്ന ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ വചനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്തു ആൽ ഇംറാനിലെ തുടക്കത്തിൽ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം.
സൂറത്തു ത്വാഹയിലെ 111 വചനത്തിൽ വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമ. പരലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുഴുവൻ മുഖങ്ങളും ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ദിവസം. അന്ന് അക്രമവുമായി ആരാണ് അവിടെ വന്നത്, അവൻ പരാജയപ്പെട്ടു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശക്തിയും കഴിവും മഹത്വവും തിരിച്ചറിഞ്ഞ് തൗഹീദ് ബോധ്യപ്പെടാൻ ഈ നാമങ്ങളെ അറിയുക വഴി കഴിയും എന്ന് നാം മനസ്സിലാക്കണം. ഈ നാമങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് തർജിഉ ഇലൈഹിമ ജമീഉ അസ്മാഇല്ലാഹിൽ ഹുസ്ന. അള്ളാഹുവിന് എത്ര അത്യുത്തമ നാമങ്ങളുണ്ടോ ആ നാമങ്ങളുടെ ഒക്കെ ആശയം അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന ഈ രണ്ട് നാമങ്ങളിലേക്ക് മടങ്ങുന്നു എന്നാണ്. എന്താണ് അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു ജീവനുള്ളവനാണ് എന്ന് മാത്രം പറഞ്ഞാൽ പൂർണ്ണമാകുന്നതല്ല അതിന്റെ ആശയം. അൽ ഹയ്യുല്ലദീ ഫീ നഫ്സിഹി ലാ യമൂതു അബദ. ഒരിക്കലും മരിക്കാതെ എന്നെന്നും സമ്പൂർണ്ണ ജീവനോടെ നിലകൊള്ളുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ ജീവൻ ആരും കൊടുത്തതല്ല, തുടക്കവും ഒടുക്കവുമില്ലാത്തതാണ് അവന്റെ ജീവൻ എന്നത്. സൃഷ്ടികളുടെ ജീവൻ അള്ളാഹു കൊടുത്തതാണ്. മാത്രവുമല്ല അവന് അത് ദുർബലപ്പെടുത്താനും പാടെ പിൻവലിക്കാനും സാധിക്കും. മനുഷ്യരടക്കമുള്ള ഏതൊക്കെ സൃഷ്ടികൾക്ക് അവൻ ജീവൻ നൽകിയിട്ടുണ്ടോ ആ ജീവൻ അള്ളാഹു ദുർബലപ്പെടുത്തും, അതിന്റെ ശക്തി കുറയും, ക്ഷയിക്കും. പാടെ അവൻ ഉദ്ദേശിക്കുന്ന സമയം പിൻവലിക്കാനും സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഒരേ ജീവനോടെ നിലകൊള്ളുന്നവനാണ്, അവന് നാശമില്ല എന്നർത്ഥം. എന്താണ് അൽ ഖയ്യൂം? ഇതൊന്നും നമ്മുടെ മലയാള ഭാഷയിൽ അർത്ഥം പറഞ്ഞ് ഒരു പൂർണ്ണ ആശയത്തിലേക്ക് എത്താൻ കഴിയുന്നതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നാസിറു സഅദി റഹ്മഹുല്ല തന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് അല്ലദീ ഖാമ ബിനഫ്സിഹി, അവൻ സ്വയം നിലകൊള്ളുന്നവനാണ്. ഫസ്തഗ്ന അൻ ജമീഇ മഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികളായി ആരൊക്കെയുണ്ടോ അവരിൽ നിന്ന് പരിപൂർണമായും അവൻ നിരാശ്രയനാണ്, ഒരാളെയും അവൻ ആശ്രയിക്കേണ്ടതില്ല. വഖാമ ബിഗൈരിഹി, അവനല്ലാത്തവരൊക്കെ അവനെ കൊണ്ട് നിലകൊള്ളുന്നവനാണ്. ഫഫ്തഖറത് ഇലൈഹി ജമീഉ മഖ്ലൂഖാതിഹി, മുഴുവൻ സൃഷ്ടികളും അവനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവനുമാണ്. അതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യരെ വിളിച്ച് പ്രത്യേകം പറഞ്ഞത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങളൊക്കെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത ഗനിയാണ്, ഹമീദാണ് എന്നത്. ലാ യഹ്താജു ഇലാ അഹദിൻ ഖായിമുൻ ബിദാതിഹി മുഖീമുൻ ലിഖൽഖിഹി യഖൂമു അലാ ശുഊനിൽ ഖൽഖ്. ഒരാളെയും ഒരാവശ്യത്തിനും ആവശ്യമില്ലാത്തവൻ, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ, എല്ലാരും അവനെ ആശ്രയിക്കുന്നവൻ. അതുകൊണ്ടാണല്ലോ മഹാനായ മൂസ നബി അലൈഹിസ്സലാം പോലും റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബേ നീ ഇറക്കിത്തരുന്ന ഏതൊരു ഖൈറിനും ഞാൻ അർഹനാണ്, ആവശ്യമുള്ളവനാണ്. ആരാണ് മൂസ അലൈഹിസ്സലാം? വകാന ഇൻദല്ലാഹി വജീഹ, അള്ളാഹുവിന്റെ അരികിൽ പ്രത്യേകം സ്ഥാനമുള്ള മഹാനായ ഖലീമുള്ളയായ മൂസ അലൈഹിസ്സലാം പോലും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവല്ലാത്ത ഒരു പടപ്പും പ്രാർത്ഥനക്ക് അർഹരല്ല എന്നതിന് ഇതൊക്കെ ധാരാളം തെളിവുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ റബ്ബാണ് അൽ ഹയ്യായ അൽ ഖയ്യൂമായ, ഈ റബ്ബാണ് എന്റെ റബ്ബ് എന്ന അടിയുറച്ച വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവനിലാണ് എനിക്ക് ബരമേൽപ്പിക്കാനുള്ളത്. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവനോടെ നിലകൊള്ളുന്ന അവനിൽ നീ ബരമേൽപ്പിക്കുക. അവനാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ
ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ ആരാധനക്കർഹനായ അവനോട് മാത്രം നീ ദുആ ചെയ്യുക. എന്നിട്ട് അള്ളാഹു അവിടെ അവനെ സ്തുതിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട്? ഈ ആദർശത്തിന് വിരുദ്ധമായി ഭൂരിപക്ഷ മനുഷ്യരും അവന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുമ്പോൾ, ശിർക്കിലകപ്പെടുമ്പോൾ ഈ തൗഹീദ് എനിക്ക് ലഭിച്ചല്ലോ, അതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ولا تدع مع الله إلها آخر لا إله إلا هو كل شيء هالك إلا وجهه وإليه ترجعون. അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനോടും നീ ദുആ ചെയ്യരുത്. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവനല്ലാത്ത എല്ലാം നശിച്ചു പോകും. അവനിലേക്കാണ് എല്ലാം മടങ്ങി ചെല്ലുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു. അല്ലാഹുവേ, എൻ്റെ ജീവിതം ഞാനിതാ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. നിന്നിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. നിന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. നിന്നിലേക്കാണ് ഞാൻ പക്ഷാതപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മറ്റുള്ളവരോട് തർക്കിക്കുന്നതും വാദിക്കുന്നതും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുളില്ലനി. അല്ലാഹുവേ, ളലാലത്ത് എനിക്ക് വരാതിരിക്കാൻ, വഴികേടിൽ ഞാൻ ചെന്നകപ്പെടാതിരിക്കാൻ നിന്റെ ഇസ്സത്ത് മുൻനിർത്തി ഞാനിതാ നിന്നോട് ആ ളലാലത്തിൽ നിന്ന് കാവൽ തേടുന്നു. എന്നിട്ട് അവസാനം പറഞ്ഞതോ അൻതൽ ഹയ്യുല്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ നീ മാത്രമാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. മനുഷ്യരൊക്കെ ഒന്നുകിൽ ജിന്നുകളെ ആശ്രയിക്കും, അല്ലെങ്കിൽ മനുഷ്യരെ ആശ്രയിക്കും, മറ്റു സൃഷ്ടികളെ ആശ്രയിക്കും. ഈ സൃഷ്ടികൾക്കൊക്കെ മരണമുണ്ട്, നാശമുണ്ട്. അല്ലാഹുവേ, ജിന്നുകളും മനുഷ്യരുമൊക്കെ മരിക്കുന്നവരാണ്. മരിക്കാതെ എന്നൊന്നും നിലനിൽക്കുന്ന നിന്നിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അഭയപ്പെടാനുള്ളത്, എനിക്ക് ഖേദിച്ചു മടങ്ങാനുള്ളത്, എനിക്ക് നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ വാദിക്കാനുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രാർത്ഥിച്ചത്. ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ, ജീവിത സൗകര്യങ്ങളൊക്കെ ധാരാളം ലഭിച്ച ആളുകൾ കൂടുതൽ അള്ളാഹുവിൽ നിന്ന് അകലാനും ആ അകൽച്ചയോടൊപ്പം ധിക്കാര ജീവിതത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുദാഹരണമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിവാഹ ആഘോഷങ്ങൾ. നല്ല പണമുള്ളവർ പരമാവധി വിവാഹവേളകളിൽ ധൂർത്തടിക്കും. പണമില്ലാത്തവനോ പലിശക്ക് വാങ്ങി, കടം വാങ്ങി പരമാവധി അങ്ങനെയും പണം നശിപ്പിക്കും. ഇതിനാണ് ധിക്കാരം എന്ന് പറയുക. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഒരു ഡയാലിസിസ് കഴിഞ്ഞ് അടുത്ത ഡയാലിസിസിന് എനിക്കെന്താണ്, എവിടെയാണ് പണം എന്ന് മേപ്പോട്ട് നോക്കുന്ന പാവങ്ങളായ കിഡ്നി രോഗികൾ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം ധൂർത്തടിക്കുന്നവർ ആ പണം അവർക്ക് കൊടുത്താൽ ഒരു വേള ആ രോഗികൾക്ക് ജീവിക്കാൻ കാരണമാകും. പണം ധൂർത്തടിക്കരുത്. അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് ആളുകൾ. നമ്മുടെ പണം ആവശ്യത്തിന് ചെലവഴിക്കാനുള്ളതാണ്, അല്ല തൃപ്തിപ്പെട്ട വഴിയിൽ ചെലവഴിക്കാനുള്ളതാണ്. പക്ഷേ മനുഷ്യന്റെ ധിക്കാരം അങ്ങേയറ്റമെത്തി. അതാണ് അല്ല പറഞ്ഞത്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്വഗ. മനുഷ്യനത ധിക്കാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഐശ്വര്യവാനാണ്, എനിക്കെല്ലാം ഉണ്ടല്ലോ, എനിക്കെന്തിനും പണമുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ എന്ന ചിന്തയാണ് അവനെ ധിക്കാരത്തിലേക്ക് എത്തിച്ചത്. അല്ലാഹു അവിടെ പറഞ്ഞ മറുപടി, ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ഈ ധിക്കാരവുമായി അധിക കാലമൊന്നും ഈ ഭൂമിക്ക് മുകളിൽ നീ ജീവിക്കുകയില്ല. നിന്റെ മടക്കം എന്നിലേക്കാണ്, എന്നിൽ നീ എത്തിപ്പെടുമെന്നാണ് അല്ലാഹു താക്കീത് ചെയ്തത്. ജീവിതത്തിൽ പരീക്ഷണങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ അല്ലാഹുവല്ലാത്തവരിലേക്ക്, അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക്, ആഗ്രഹ സഫലീകരണങ്ങൾക്ക് പോയി ശിർക്കിന്റെ പടുകുഴിയിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോ ഞാൻ അവിടെ പോയി നോക്കി, ഇവിടെ പറഞ്ഞു നോക്കി, ഇന്ന ജാറങ്ങളിൽ പോയി എന്നൊരു മുസ്ലിം പറയുന്നു. എന്തിന്? പരീക്ഷണത്തിൽ അകപ്പെട്ട നേരം ആ പരീക്ഷണം രക്ഷപ്പെടാൻ. ഇങ്ങനെ മനുഷ്യൻ പരീക്ഷണങ്ങളിലും അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. പരിഹാരം എന്തുമാത്രം? അള്ളാഹുവിനെ അറിയലാണ് പരിഹാരം.
ആ അള്ളാഹുവിനെ അറിഞ്ഞ് അവനെ മഹത്വപ്പെടുത്തി അവനെ സ്തുതിച്ച് അവന്റെ മാർഗത്തിൽ നിലകൊള്ളലാണ് പരിഹാരം. അതുകൊണ്ടാണ് അൽ ഹയ്യു അൽ ഖയ്യൂം, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും ഈ നാമങ്ങളിലേക്ക് മടങ്ങുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ അറിയാൻ നമ്മൾ സമയം കാണണം. അവനെ അറിഞ്ഞ് അവന്റെ മാർഗത്തിൽ ജീവിക്കാൻ താല്പര്യമുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന ലിസ്മി അൽ ഹയ്യി അൽ ഖയ്യൂം തഅ്സീറൻ ഖാസൻ ഫി ഇജാബത്തി ദഅവാതി വകശ്ഫിൽ ഖുർബാത്ത്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമത്തിന് അതിന് പ്രത്യേകമായ ഒരു തഅ്സീർ, സ്വാധീനമുണ്ട്. ഫി ഇജാബത്തി ദഅവാത്ത്, അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം വെച്ച് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാധീനമുണ്ട്. വകശ്ഫിൽ ഖുർബാത്ത്, മനോവിഷമങ്ങൾ അടക്കമുള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ അതിന്റെ ഗുണം കിട്ടുമെന്നാണ്. വലിഹാദ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇജ്തഹദ ഫി ദുആഇ ഖാല യാ ഹയ്യു യാ ഖയ്യൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും പ്രാർത്ഥനകളിലൊക്കെ വളരെ താല്പര്യപൂർവ്വം മുഴുകുമ്പോ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് തന്റെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുമായിരുന്നു എന്നാണ്. ഒരു ഹദീസിൽ കാണാം, കാന ഇദാ ഹസബഹു അംറുൻ, റസൂലുള്ളാഹിക്ക് വല്ല പ്രയാസങ്ങളും വന്നകപ്പെട്ടാൽ, മനോവിഷമം പോലുള്ള മറ്റ് ചില റിപ്പോർട്ടുകളിൽ ഇൻ ലോകത്ത് ദുന്യാഹു, ദുന്യവിയായ തന്റെ ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടുകളും നേരിട്ടാൽ യഖൂൽ, പ്രാർത്ഥിക്കും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാനിതാ എന്റെ ഈ വിഷയത്തിൽ നിന്നോട് സഹായം കേഴുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള റബ്ബിൽ നിന്ന് അവൻ തരണമെന്ന്, എന്റെ ജീവിതത്തിന്റെ ഇന്ന വിഷയങ്ങളിൽ എനിക്ക് റബ്ബിന്റെ സഹായം വേണം എന്ന് തോന്നുന്നുവോ, രോഗശമനമാണോ, മറ്റു പ്രയാസമാണോ, മാനസിക ബുദ്ധിമുട്ടുകളാണോ നീങ്ങിക്കിട്ടേണ്ടത്, അതിലൊക്കെ അത് മുന്നിൽ വെച്ച് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. തന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹ് ഒരിക്കൽ പറഞ്ഞത്, യാ ഫാത്തിമ മാ യംനഉകി അൻ തസ്മഈ മാ ഊസികി ബിഹി അൻ തഖൂലി ഇദാ അസ്ബഹതി വ ഇദാ അംസൈതി. ഫാത്തിമ, ഞാൻ നിനക്ക് നൽകുന്ന ഈ ഉപദേശം കേട്ട് എന്നും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് തടസ്സമെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞു, നീ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നീ എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് എന്ത് തടസ്സമാണുള്ളത് എന്നാണ് ചോദിച്ചത്. എന്താണ് ഇതിൽ പറയുന്നത്? നേരത്തെ പറഞ്ഞത് തന്നെ. അതിന്റെ കൂടെ അസ്ലിഹ് ലി ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ല അല്ലാ എന്നാണ്. ഇത് റസൂലുള്ളാഹ് ജീവിതത്തിന്റെ ഭാഗമാക്കിയ പ്രാർത്ഥനയാണ്. നമ്മളും ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇതിനൊക്കെ അർത്ഥം എന്താ? അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് പോലും ഒരു നിമിഷം പോലും നീ എന്നെ എന്നിലേക്ക് വിടല്ലേ എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ, ആ റസൂലുള്ളാഹിനോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് പോലും, ഒരാൾക്ക് പോലും അധികാരമില്ല. എല്ലാ അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്തൊക്കെ ഉത്തരം കിട്ടിയ മൂസ നബി അലൈഹിസ്സലാമാണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കി തരുന്ന എല്ലാ ഖൈറിനും
ഞാൻ അർഹനാണ് എന്ന് പ്രാർത്ഥിക്കുന്ന അവർക്കൊന്നും നമ്മുടെ പ്രയാസങ്ങൾ നീക്കാനോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനോ കഴിയാത്ത നിലക്ക് അള്ളാഹുവല്ലാത്ത എല്ലാ സൃഷ്ടികളും അശക്തരാണ് എന്ന തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ ഇതോടെ തിരിച്ചറിയണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവനെ അറിഞ്ഞ് അവന്റെ മാർഗത്തിൽ മരണം വരെ നിലനിൽക്കാനുള്ള മഹാഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا أمورنا ويسر لنا أمورنا يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. قوموا إلى صلاتكم.